എന്താ ഒരാലോചന? ഇത്തവണയും തടസ്സം കാണുന്നുണ്ടോ കുടുംബ ജ്യോത്സ്യരെ? ഈ ശംഖ് ഉരുട്ടുന്നത് കണ്ടു എന്റെ കണ്ണ് മരവിച്ചു. എന്റെ 15 കൊല്ലമാ ജ്യോത്സ്യരുടെ പ്രവചനം പാഴാക്കി കളഞ്ഞത്. എനിക്കിപ്പോ ഇതിൽ വിശ്വാസമില്ലാണ്ടായി. അങ്ങനെ പറയരുത്, ഇത് ശാസ്ത്രമാണ്. കണക്ക് ഒരിക്കലും കള്ളം പറയില്ല. വിധി ആരാരും തടുക്കുകയല്ലോ. ഈശ്വരാധീനം ഉണ്ടായാൽ വിധിയെ വെല്ലാൻ പറ്റില്ലേ? ലേശ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഗണിച്ചിട്ട് വിപരീതമല്ല, കർമ്മദോഷാവേ. ഇത്രയും കാലം ജ്യോത്സ്യര് പറഞ്ഞ കാര്യങ്ങള് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഇത്തവണ എനിക്കൊരവസരം തരണം പ്ലീസ്. 100 എണ്ണം ഉണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്ത് കിട്ടിയതാ. പെൺകുട്ടികളുടെ ഗ്രഹനില അടക്കമുണ്ട്. സൗന്ദര്യമുള്ളത് ഏതാണെന്ന് ജ്യോത്സ്യർ ഇത് നോക്കി ഗണിച്ച് പറയണം. അവരെ മാത്രം ഇനി പോയി കണ്ടാ മതിയല്ലോ. പെണ്ണ് കാണാൻ കയറി ഇറങ്ങി എന്റെ ഹാഫ് ഷൂവിന്റെ സോള് തേഞ്ഞ് ജ്യോത്സ്യരെ. വേവോളം കാത്തിരുന്നില്ലേ ബലരാമ? ഇനി 6ഓളം കാത്തിരിക്കരുതോ? നന്നായി, അപ്പോഴേക്കും എന്റെ വിക്കറ്റ് തെറിക്കും. കണ്ടല്ലോ, കാലം കുറെ പതിവ് തുടങ്ങിയിട്ട്. രൂപ 300 ഓരോ മാസം ഈ നടയിലെറിഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. ആ കാശ് പുറത്തു കൊടുത്ത പലിശ എത്ര കിട്ടുമെന്ന് അറിയാം എനിക്ക്. ജീവിക്കാൻ നിവൃത്തില്ലാതെ തെണ്ടി നടന്നപ്പം ഒരു വഴി പറഞ്ഞെന്ന് ഇവിടുന്നാണല്ലോ. എന്നിട്ടിപ്പോ കയറി തിരിഞ്ഞാലെങ്ങനെയാ? പണം കൊടുത്ത് പലിശ വാങ്ങുന്നത് തെറ്റാണോ? എന്നാ പറഞ്ഞാൽ മതി, ഇന്ന് നിർത്താം. അല്ലാതെ 1-ാം തീയതി എടുക്കുമ്പം പണം തരാനുള്ളവർ ഒളിപ്പിച്ചേക്കുന്ന പണിയുണ്ടല്ലോ, അത് വേണ്ട. അല്ല, ഞാനീ പറഞ്ഞത് തെറ്റാണോ? ഒറ്റക്കിരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആറുമുഖം, വണ്ടിയെടു, വാ. ഇപ്പൊ പോയാൽ സുധാകരനെ കിട്ടും, അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ അവൻ മുങ്ങും. തെമ്മാടിത്തരം കാണിക്കുന്നു. അവിടെ പണിസ്ഥലത്ത് നിൽക്കാൻ നീ ഇതെവിടെ തെണ്ടി നടക്കുന്നത്? 2 ദിവസത്തിനോ പണി തീർത്തു കൊടുത്തില്ലെങ്കിലേ സർക്കാരിനോട് ഉത്തരം പറയേണ്ടത് ഞാനാ. അവിടെ എന്തോന്ന് എടുത്തിട്ട് പണിയും? സിമന്റ് ഇല്ല, കമ്പിയില്ല, ചല്ലിയില്ല, മണലില്ല. നിനക്ക് അതും പറഞ്ഞ് തടി തപ്പാവല്ലോ. ഇവിടുത്തെ എഞ്ചിനീയറുടെ കൈയും കാലും പിടിച്ച 1 ചാക്ക് സിമന്റ് ഒപ്പിച്ചെടുത്തത്, അതും വൈകുന്നേരം തിരിച്ചു കൊടുക്കാന്നുള്ള കരാറ്. ഇനി സിമന്റ് ഇല്ലാന്ന് മാത്രം പറയരുത്. ചെല്ല് പയറ് പോലെ നിന്നോണം. ഓ, പണിയൊക്കെ ഞാൻ ചെയ്യിച്ചോളാം. ബില്ല് മാറുന്ന എന്തായി? ഇനി ഒരിക്കൽ കൂടി പോയി നോക്കണം. കടം വാങ്ങാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാം. എന്നാ പിടിക്ക്. എന്താ ഇത്? നാളെ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും ഇതിനകത്തുണ്ട്. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. ഇനി ഈ പണിക്ക് ഞാനില്ല. ബാല, കണ്ടവന്റെ തല്ലുള്ളാണെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. 2 ആഴ്ച ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്റെ ഒറ്റ വാക്കിന്റെ ബലത്തിൽ അമാര് നിൽക്കുന്നത്. ഇന്നെങ്കിലും ശമ്പളം കൊടുത്തില്ലെങ്കിൽ അമാരുടെ കൊങ്ങ കയറി പിടിക്കും. പിന്നെ സിമന്റ് അടക്കാരുടെ വേറെ. ഇതാണ് നിന്റെ ഒരു കുഴപ്പം. അത്താനത്ത് കയറി തമാശ പറയും. ഇത് തമാശയല്ല. ഒക്കെ എനിക്കറിയാം. നീ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, എന്റെ കൊക്കിന് ജീവനുള്ള കാലം ഞാൻ മറക്കില്ലടാ. വല്ലാണ്ട് അങ്ങ് സൂചിപ്പിക്കണ്ട. അധികാലം ഈ കൊക്കിന് ജീവൻ ഉണ്ടാവുന്നു തോന്നുന്നില്ലടാ. നിന്റെ പണടിയന്തരം ഉടനെ ഉണ്ടെന്ന്. ഇവനെന്തിനാ ഓടിയത്? ഇവനെന്തു? എങ്ങടാവൻ പോനെ? ആര്? മുതലാളി അർജുനെ. അയ്യോ, അർജുനെ എന്ന് കണ്ടയില്ല. അമ്മ സത്യം. അവൻ തന്നെ ഇപ്പൊ പോനെ. അതോ, അത് അർജുനല്ല, ദുര്യോധനൻ, നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ. കഴിവരുടെ മോനെ കള്ളം പറയുന്നത്. രണ്ടും കൂടി ചേർന്ന് കുരങ്ങ് കളിപ്പിച്ചാലുണ്ടല്ലോ, കയ്യും കാലും വെട്ടിയരി വാഴക്ക് വളവിടും ഞാൻ. പറയടാ, അവനെവിടെ? വീട്ടിലേക്കാ പോയത്. പിന്നെ ആറുമുഖം, വണ്ടിയെടു. ആറുമുഖം, എത്രയുണ്ട് തന്നെ നോക്ക്. എടാ അർജുന, വെറുതെ ഇവന്മാരോട് കളിച്ച് എന്റെ അസ്ഥി ഇളക്കണ്ട. എന്റെ സമ്പാദ്യത്തിന് പകുതിയിലധികം തിന്നു നിൽക്കുന്ന ഇവന്മാരാ. അതിന്റെ ഊറ്റം കാണിക്കാതിരിക്കോ? നോക്ക്, നീ ആവശ്യപ്പെടുമ്പോഴൊക്കെ നിനക്ക് പണം എണ്ണി തരുന്നത് ഫ്രീ ആയിട്ടല്ല, കടമാണ്, കടം. അത് പലിശ സഹിതം തിരിച്ചു തരേണ്ടേ നിന്റെ കടമ. നീ അത് തന്നിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങണ്ടേ ഇവന്മാരെ കടമ. ആറുമുഖം, എത്ര ഉണ്ടായാലും? 10,000 തലവരെ. അത് പോരല്ലോ, ഇനി വേണ്ട 7,000 റുപ്യ. പിള്ളച്ചേട്ടാ, ചതിക്കരുത്. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശാ വളരെ കഷ്ടപ്പെട്ട ഒപ്പിച്ചെടുത്തത്. എങ്ങനെയെങ്കിലും പണിയൊന്നും തീർത്തെടുത്താലേ ബില്ല് മാറത്തുള്ളൂ. കിട്ടിയാൽ ഇരട്ടി പലിശയായിട്ട് തിരിച്ചു തരാം. എന്റെ ജീവിത പ്രശ്നമാണ്. എന്റെ ജീവിത പ്രശ്നമാടാ. ഇതും കൂടെ പോയാ പിന്നെ ആത്മഹത്യ മാത്രമേ നിവൃത്തിയുള്ളൂ. തുടങ്ങി. നിനക്ക് ആത്മഹത്യയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. പിള്ളച്ചേട്ടാ, ഇന്നലെ രാത്രി ആത്മഹത്യക്ക് ഒരുങ്ങിയതാ. തക്ക സമയത്ത് ഞാൻ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മരണത്തിന് ഉത്തരവാദി ഭാർഗവൻപിള്ള ചേട്ടനാണെന്നും കടം കൊണ്ട് പൊറുതിമുട്ടിയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും ബാലനും ഭാർഗവൻപിള്ള ചേട്ടനും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു കത്തും പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ആത്മഹത്യ പ്രേരണ കുറ്റം നമ്മൾ രണ്ടും ആത്തായില്ലേ? എന്റെ പണം നഷ്ടപ്പെടുത്തി എന്നെ അകത്താക്കാൻ എന്റെ പരിപാടി അല്ലേ? പിന്നെ ഞാൻ എന്തു വേണം? പിള്ളച്ചേട്ടൻ പറ. ആരെയും അകത്താക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല. പിള്ളച്ചേട്ടൻ അറിയോ, വെറും 30,000 രൂപയില ഇന്നെന്റെ ജീവിതം തൂങ്ങുന്നത്. 30ഓ 50ഓ ആയിക്കോട്ടെ, പിള്ളച്ചേട്ടനോട് ചോദിച്ചാ പോരെ. ഇത്രയും നാൾ നിന്നെ ആരാ സഹായിച്ചത്? അതിന് ആത്മഹത്യയാണോ പോം വഴി? അതെ, ഈ പറഞ്ഞാണ് നേര്. പണം കൊടുക്കില്ല എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ പലിശ കിട്ടണം. അല്ലാതെ കുരുഷ്ടെഴുതി പാരമണിയല്ല. കാശ് എത്ര വേണം? ചോദിക്കൂ. 30. ഇപ്പൊ 30. ആറുമുഖം, ആ 10 എടുക്ക്. ശൽവം, 20 എടുക്കും. ഇതാ 30 റുപ്യ ഉണ്ട്.
ഇത് പലിശ സഹിതം 1-ാം തീയതി എന്നെ തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ ഭാർഗംപിള്ളയുടെ ഇതുവരെ കാണാത്ത മുഖം നീ കാണേണ്ടി വരും. കേട്ടല്ലോ? ആറുമുഖം വണ്ടി എടു. എങ്ങനെയുണ്ട്? നോ ഇസ് ദി സബ്മിഷൻസ് ഓഫ് ദ പ്ലേസ്. യെസ്. മനുഷ്യനെ ഒരുമാതിരി ബഹളാക്കാൻ വേണ്ടി. എടാ അർജുന ചേച്ചിയമ്മേ, അവിടെ നിക്കാൻ. അവൻ പൊക്കോട്ടെ. ലോകത്തുള്ള അമ്മമാരുടെ എല്ലാം വിവാഹം അനന്തരവന്മാരല്ലല്ലോ നടത്തി കൊടുത്തിട്ടുള്ളത്. പ്രസംഗം നിർത്ത്. നീ മോശക്കാരൊന്നുമല്ല. ആ പെൺകുട്ടിക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? അയ്യോ, ആകെ കുഴപ്പാ. കാക്ക കണ്ണ് നേപ്പാൾ മൂക്കും. ചേച്ചിയമ്മ നേരിട്ട് കണ്ടതല്ലേ? എനിക്കിഷ്ടായി. നിനക്ക് കാത്തിരുന്നോ, തിലോത്തമ്മ വരും. സീതേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ആ ക്നാപ്പ് പെണ്ണിനൊരു ചിണുങ്ങലില്ലേ? കാപ്പി കുടിക്കുമോ എന്നല്ലേ ചോദിച്ചേ? അമ്മാവൻ പറയണ പോലെ ഒന്നുമല്ല. നല്ല കുട്ടി, എനിക്കിഷ്ടായി. കേറി പോടി അകത്ത്. ഇഷ്ടായി. ഛേ, ഇവർക്കൊന്നും യാതൊരു സൗന്ദര്യബോധവും ഇല്ലല്ലോ. ഇതിന്റെയൊക്കെ മുഖത്തല്ലേ കണ്ണ്? ഹെ. ആ തൃത്താലയ്ക്ക് പോയ ബ്രോക്കറൊന്ന് വന്നോട്ടെ. അത് പാഴായി പോവില്ല. ഷുവർ, ഐ എം ഷുവർ. കമാൺ അർജുന. ഇവിടെയുണ്ട് സർ. ഇതിത്തിരി മുന്തി ഇനമാണല്ലോ പുഷ്കര. പുതിയ വരവായിരിക്കും സർ. എവിടെ നാടാ ഈ ഇറക്കുമതി? സർ, ഞാനിവിടെ സ്ഥിരമായിട്ട്. ഓഹോ, അപ്പൊ നിനക്കത് പുത്തരിയല്ല. അല്ല, ഞാൻ പന്ന റാസ്കൽ. ഇതെന്താ വ്യഭിചാരശാലയോ? ചവിട്ടിന്റെ ഭാര്യയല്ലടക്കും ഞാൻ. പറയടേ, ഏതാ നീ? നിർത്തടി. സാർ, ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല. ഒരുമിച്ച് മരിക്കാൻ വന്നതാ. ആ, വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. വിവാഹത്തിന് വീട്ടുകാരെ എതിർത്തപ്പോ ആഭരണങ്ങളുമായി വീട് വിട്ട് ഇറങ്ങി വന്നതാണ് ഞാൻ. ദേ, വിവാഹം കഴിഞ്ഞാലും വീട്ടുകാർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല സാർ. അതുകൊണ്ട് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു. സർ, എനിക്കൊരു കാര്യം പറയാം. ഒന്നും പറയണ്ട പുഷ്കര. പിടിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പത്രക്കാർക്ക് എഴുതി പിടിപ്പിക്കാൻ ഒരു കോളം, നാട്ടുകാർക്ക് വായിച്ചു തള്ളാൻ ഒരു വാർത്ത. എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കുറെ പേര് ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് രണ്ടുപേർക്കും മുകളിലിരുന്ന് കണ്ട് രസിക്കണം. അല്ല ചവിട്ടി എല്ലാവരും ഞാൻ. പുഷ്കര എത്തിയോ? എത്തിയില്ല സർ. തീർന്നില്ല. ഇതേ പത്രക്കാർ നാളെ വീണ്ടും എഴുതും. ലോഡ്ജ് മുറിയിലെ മരണത്തിൽ ദുരൂഹത, നാട്ടുകാർ പ്രക്ഷോഭത്തിൽ, പോലീസിന്റെ അനാസ്ഥ, അന്വേഷണം വഴിമുട്ടുന്നു. ഒരു കത്ത് എഴുതി വെച്ചിരുന്നെങ്കിൽ അതും പറഞ്ഞ് ഈ ഫയൽ ക്ലോസ് ചെയ്യാമായിരുന്നില്ലേ? നോക്കണ്ട, നിന്റെ ഈ ഉണ്ടക്കൊണ്ട് ഞാൻ ചൂഴ്ന്നെടുക്കും. പുഷ്കര എത്തിയോ? എത്തിയില്ല സർ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സർ, നട്ടുമോഹന് മൂത്രമൊഴിക്കാൻ പറ്റണമെന്ന്. ഓഹോ, അവന്റെ നട്ട് ഞാൻ മുറുക്കി മുട്ട് മാറ്റി കൊടുക്കാം. റാസ്കൽ. ഡിപ്പാർട്ട്മെന്റിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താത്ത എന്റെ അധീനതയിലുള്ള ഈ മാതൃകാ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ നടന്ന ഈ ഒറ്റ സംഭവം മതി എന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ. ഇടിച്ചതിന്റെ പരിപ്പെടുക്കും ഞാൻ. പുഷ്കര എത്തിയില്ല സർ. ആറ്റുംകുഴി അവറാച്ചന്റെ എസ്റ്റേറ്റിൽ 87-ൽ കള്ളവാറ്റ് പിടിക്കാൻ പോകുമ്പോ വേളാപ്പാറ സ്റ്റേഷനിൽ എസ്ഐ ഓൺ പ്രൊബേഷൻ. ഒറ്റ നോട്ടം കണ്ടതേ ഉള്ളൂ. അവറാച്ചന്റെ മകൾ റോസിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, 3-ാം പക്കം പൊക്കി കെട്ടി. അതാണ് ചങ്കൂറ്റം. ആരുടെ കാര്യമാണ് സർ പറയുന്നത്? വേറെ ആരുടെ? എന്റെ കാര്യം. പ്രേമിച്ച പെണ്ണിനെ കെട്ടാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ മൂക്കിന് താഴെ വെച്ചിരിക്കുന്ന ഈ മീശ പഠിച്ചിട്ടില്ല. എത്തി സർ. അനിയ, വീട്ടുകാരോട് പോവാൻ പറ. പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാ നിങ്ങൾ. പ്രേമിക്കാം, വിവാഹം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം. ലോകത്തൊരു കോടതിക്കും അത് തടയാനാവില്ല. ഇന്ന് ഇവിടെ ഈ മാതൃകാ പോലീസ് സ്റ്റേഷനിൽ വെച്ച്
നിയമപരമായി നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു. സിഗരറ്റ് ഇടാ. ഇട്. ഇടാ. ഇതാ. ആ ഇനി രണ്ടുപേരും വിലാസം എഴുതി ഇതിൽ ഒപ്പിട്. ഇടാ, ഒപ്പ്. ഹലോ റോസി അല്ലേ? ഞാനാടി. 2 ഊണധികം വേണം, ഗസ്റ്റ് ഉണ്ട്. ഗംഭീരമാക്കണം. നവദമ്പതികളുടെ ഇന്നത്തെ ഊണ് എന്റെ വീട്ടിൽ. ഓക്കെ? രണ്ടുപേരും ഇവിടെ കറിയോ? ഇടിച്ച് കല്യാണം കഴിപ്പിക്കേ.